2025 യമഹ FCS ഹൈബ്രിഡിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണിത്. 2008 മുതൽ നേക്കഡ് സ്പോർട്ട് സെഗ്മെൻറ്റിൽ ഇന്ത്യയിലുള്ള ഒരു ബൈക്കാണ് യമഹ FC. 2025 FCയെ കമ്പനി ഹൈബ്രിഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും ഈ വാഹനം കംപ്ലീറ്റ്ലി പെട്രോളിൽ തന്നെയാണ് ഓടുന്നത്. ഈ വാഹനത്തിലൊരു സ്റ്റാർട്ടർ മോട്ടോർ ജനറേറ്റർ കമ്പനി നൽകിയിട്ടുണ്ട്. ലോവർ RPMൽ ക്രാങ്ക്ഷാഫ്റ്റിന് ഒരു അഡീഷണൽ പുഷ് കൊടുക്കാൻ ഈ മോട്ടറിന് സാധിക്കും. പക്ഷേ വാഹനത്തിൻ്റെ പവറിൽ വലിയ വ്യത്യാസമൊന്നും ഇതുകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് എന്നതിനെ ഒരു മാർക്കറ്റിംഗ് പദമായിട്ടേ കാണാൻ സാധിക്കുന്നുള്ളൂ. നല്ല വൈഡായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് യമഹ ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് 790 mm വരുന്നുള്ളൂ. കൂടാതെ നവീകരിച്ചൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മിറേഴ്സ് സ്റ്റൈലിഷ് ആണെങ്കിലും വ്യൂവബിൾ ഏരിയ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓവറോളായി വാഹനത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും പ്ലാസ്റ്റിക് ക്വാളിറ്റിയെല്ലാം യമഹ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പഴയ FCയിൽ നിന്നും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കുറച്ച് മാറിയിട്ടുണ്ട്. ഇതിൽ LED ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, അതും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ്. LED DRLs ഇപ്പോൾ സ്വിച്ച് ഓൺ ആണെങ്കിലും അത്രത്തോളം ബ്രൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. റൈഡിങ്ങിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പില്ലിയണായിട്ടാണ് ഈ വാഹനത്തിൽ ഇരുന്നത്. വാഹനം ഓടിക്കുന്നത് ഇതിൻ്റെ ഓണർ മിസ്റ്റർ മുജീബാണ്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റും സീറ്റിൻ്റെ ക്വാളിറ്റിയും എല്ലാം പില്ലിയണ നല്ല രീതിയിൽ കംഫർട്ട് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോങ് റൈഡ്സിൽ പില്ലിയണ വെച്ചുകൊണ്ട് ഈ വാഹനത്തിൽ സുഖകരമായി യാത്ര ചെയ്യാം. 149cc 4-സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ് യമഹ ഇതിലുപയോഗിച്ചിരിക്കുന്നത്. മാർക്കറ്റിലുള്ള മറ്റ് 150cc വാഹനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് കുറച്ച് കുറവാണ്. 13.3 Nm ടോർക്കും 12.2 bhpയുമാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഞാൻ കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്സ് ഉണ്ടെങ്കിലും സിംഗിൾ ചാനൽ ABS മാത്രമേ കമ്പനി ഇപ്പോഴും ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ പവർ ഫിഗേഴ്സ് കുറഞ്ഞ ഈ വാഹനത്തിന് യമഹ ട്രാക്ഷൻ കൺട്രോൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഈ വാഹനം നല്ല മൈലേജ് തരുന്നുണ്ട്. മിസ്റ്റർ മുജീബിന് 50 കിലോമീറ്ററിന് പുറത്ത് മൈലേജ് കിട്ടുന്നുവെന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഓടിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ സുഹൃത്തായ അഭിജിത്തിൻ്റെ പുതിയ FCS ഹൈബ്രിഡാണ്. പില്ലണയും കൂടി പുറകിലിരുത്തിയാണ് ഞാൻ ഈ വാഹനം ഓടിച്ചു തുടങ്ങിയത്. യമഹ ഇതിൽ നൽകിയ 5 സ്പീഡ് ഗിയർ ബോക്സ് ബട്ടർ സ്മൂത്താണ്. അതുപോലെ വാഹനം വേഗത കൈവരിക്കുന്നതും വളരെ ലീനിയർ ആയിട്ടാണ്. KTM ഡ്യൂക്ക് ഓടിക്കുന്ന എനിക്ക് യമഹ FCയുടെ ആദ്യത്തെ 1-2-3 ഗിയേഴ്സ് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തു. പെട്ടെന്നുള്ള പവർ ഡെലിവറിയും പേടിപ്പെടുത്തുന്ന ആക്സലറേഷനും ഇല്ലാത്തൊരു വാഹനമാണ് യമഹ FCS ഹൈബ്രിഡ്. അതുകൊണ്ട് തന്നെ റീസെൻ്റായി ലൈസൻസ് എടുത്ത ആളുകൾക്ക് നോക്കാൻ പറ്റിയ ഒരു 150cc ബൈക്കാണ് ഇത്. നല്ല ഹാൻഡ്ലിങ്ങും സ്റ്റെബിലിറ്റിയും ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാഫിക്കിൽ പെട്ടെന്നുള്ള ഡയറക്ഷൻ ചേഞ്ചസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. 60 to 70 km/h ആണ് ഞാൻ ഈ വാഹനത്തിന് കാണുന്ന ക്രൂസിംഗ് സ്പീഡ്. 4.2 ഇഞ്ച് വരുന്ന കളർ TFT സ്ക്രീനിൽ നമുക്ക് എല്ലാവിധ ഡീറ്റെയിൽസും കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് എനേബിൾഡും ടേൺ ബൈ ടേൺ നാവിഗേഷനും ഈ വാഹനത്തിൻ്റെ പ്രത്യേകതയാണ്. 1,80,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ സിംഗിൾ ചാനൽ ABSും കുറഞ്ഞ പവർ ഫിഗേഴ്സുമുള്ള ഈ വാഹനത്തിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതൽ തന്നെയാണ്. ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.